സുഭാഷിതം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അവണ്ണം യാഗപീഠവും, അതെ, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആൻഡ് ഐ ഹേർഡ് അനദർ ഫ്രം ദ ആൾത്താർ സേയിങ്, ഈവൻ സോ ലോർഡ് ഗോഡ് ഓൾമൈറ്റി, ട്രൂ ആൻഡ് റൈറ്റിയസ് ആർ യുവർ ജഡ്ജ്മെന്റ്സ്. മേലാൽ സംഭവിപ്പാനുള്ള ദർശനം യോഹന്നാൻ തുടരുകയാണ്. ദുഷ്ടന്മാരുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയുടെ വിവരണമാണ് 16-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 16-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവീൻ എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്നും 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. 7 ദൂതന്മാരും ഒന്നിനു പിറകെ ഒന്നായി ക്രോധകലശം ഭൂമിയിലേക്ക് ഒഴിക്കുന്നു. യേശു കർത്താവിന്റെ മധ്യാകാശ വരവിൽ എടുക്കപ്പെടാത്ത ജനങ്ങളാണ് അന്ന് ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത്. മഹോദ്രവകാലത്ത് എതിർ ക്രിസ്തുവായി വരുന്ന മൃഗത്തെ ആരാധിക്കുന്നവരും അവന്റെ മുദ്ര ഏൽക്കുന്നവരുമായ വലിയൊരു കൂട്ടം ജനമുണ്ടാകും. അവിടെയും ഒരു കൂട്ടർ രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ജീവിച്ചവരെയും യോഹന്നാൻ കാണുന്നു. 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. 16-ാം അധ്യായത്തിൽ ദൂതന്മാർ ക്രോധകലശം ഭൂമിയിൽ ഒഴിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 2-ാം വാക്യത്തിൽ, 1-ാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി. ഓരോ ദൂതന്മാരും ക്രോധകലശം ഒഴിക്കുമ്പോൾ സംഭവിച്ചത് സമുദ്രജലം മരിച്ചവരുടെ രക്തം പോലെയാകുന്നു. നദികളിലെയും ഉറവുകളിലെയും ജലം രക്തമായി തീരുന്നു. സൂര്യന്റെ ചൂട് വർദ്ധിക്കുന്നു. അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തുപോകുന്നു. എതിർ ക്രിസ്തുവിന്റെ രാജ്യം ഇരുണ്ടുപോകുന്നു. കഷ്ടതയും വ്രണങ്ങളും പെരുകുന്നു. യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റിപ്പോകുന്നു. എതിർ ക്രിസ്തുവും മഹാസർപ്പവും കള്ളപ്രവാചകനും യുദ്ധത്തിന് പുറപ്പെടുന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും കൽമഴയും നിമിത്തം മനുഷ്യർ ദൈവത്തെ ദുഷിക്കുന്നു. ഇത് ക്രിസ്തുവിന്റെ ഒലിവുമലയിലെ മഹത്വ പ്രത്യക്ഷത വരെ തുടരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 5-ാം വാക്യത്തിൽ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു, ഇരിക്കുന്നവന് ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ കാരണവും അവിടെ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിനവർ യോഗ്യർ തന്നെ. കാരണം മൃഗത്തെ നമസ്കരിക്കാത്തവരെ അവർ നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞിരുന്നു. 5-ാം വാക്യത്തിന്റെ പ്രതികരണം എന്നോണമാണ് നാം വായിച്ച കുറിവാക്യം. രക്തസാക്ഷികളായി ജനം മരിക്കുമ്പോൾ അവർ ദൈവത്തോട് ചോദിച്ചത് 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അവർക്ക് ലഭിച്ച മറുപടി അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കുക എന്നായിരുന്നു. അവർ വിശ്വസ്തയോടെ നിലനിന്നു. ഇപ്പോൾ ദുഷ്ടജനങ്ങളുടെ മേൽ വന്ന ന്യായവിധി കണ്ടപ്പോൾ അവർ പ്രതികരിച്ചു, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന്. ദൈവം തന്റെ ജനത്തിന് നൽകിയ വാഗ്ദാനങ്ങളിൽ സത്യവാനാണ്, വിശ്വസ്തനാണ്. അവിടുന്ന് നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ദുഷ്ടന്മാരുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധികൾക്ക് രക്തസാക്ഷികൾ സാക്ഷ്യം പറഞ്ഞതാണിത്. ഇന്ന് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പലപ്പോഴും ന്യായവും നീതിയും ലഭിക്കാതെ അനീതിയുടെ പരിണിത ഫലങ്ങൾ അനുഭവിക്കാറില്ലേ? ഇക്കാലത്ത് കർത്താവിനായി എത്രയോ പേർ രക്തസാക്ഷിത്വം വഹിക്കുന്നു. ക്രിസ്ത്യാനിയാണ് എന്നുള്ള ഏക കാരണത്താൽ അനേകരുടെ ജീവിതം നഷ്ടമാകുന്നു.
കുടുംബങ്ങളും കുഞ്ഞുങ്ങളും അനാഥപ്പെട്ടു പോകുന്നു. പ്രിയമുള്ളവരെ, ദുഷ്ടജനങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉടനടി അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്ര വേഗത്തിൽ വിധിക്കണമെന്നില്ല. ദൈവമക്കൾ അനുഭവിക്കുന്ന ഓരോ കഷ്ടങ്ങളും പീഡകളും സർവശക്തനായ ദൈവം കാണുന്നു, അറിയുന്നു. അക്രമാസക്തരും ദുഷ്ടരുമായ മനുഷ്യരുടെ കൈകളാൽ ദൈവമക്കൾ കഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും ദൈവം ഇത് കാണുന്നില്ലേ, എന്തുകൊണ്ടാണ് അവർക്ക് ശിക്ഷ കൊടുക്കാത്തത് എന്നൊക്കെ നാം ചിന്തിച്ചു പോയേക്കാം. സത്യവും നീതിയും ന്യായവുമുള്ള നമ്മുടെ കർത്താവിന് ഉചിതമായ നടപടി സ്വീകരിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അവിടുന്ന് ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. 7-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞിരിക്കുന്നത്, ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു, മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും. പ്രിയമുള്ളവരെ, ദൈവകോപത്തിന് നാം ആരും അടിമപ്പെട്ടു പോകാതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശു മരണത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് നിത്യരാജ്യത്തിൽ എത്തുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. God bless you all with these words.